Good morning, all of you. Good morning. Today we are going to learn English. Okay? All of you take your textbook. Okay? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചിരുന്നല്ലേ? ഓക്കെ, സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഒരു സ്റ്റോറി ആയിരുന്നു പഠിച്ചിരുന്നത്. അത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സസൈസും ആൻസർ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമുക്കിനി പഠിക്കാനായിട്ടുള്ളത് ഗ്രാമർ പോർഷൻ ആണ്. അതിൽ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് പഠിക്കാനായിട്ടുള്ളത്. ടെൻസിന്റെ ഒരു പോർഷൻ ആണ്. അപ്പോൾ നമ്മൾ ടെൻസിന്റെ ആയിട്ട് ഗ്രാമറിന്റെ ഒരു പോർഷൻ ടീച്ചർ അത് പ്രത്യേകിച്ച് ആയിട്ട് ടീച്ചർ ക്ലാസ് തരുന്നുണ്ട്. അതിൽ നമുക്ക് നന്നായിട്ട് ഗ്രാമർ പോർഷൻ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ പഠിക്കാം. ചാപ്റ്റർ 4 ആണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ചാപ്റ്റർ 3 നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 4 ആണ്. ഓക്കെ, പേജ് നമ്പർ 34. ചാപ്റ്റർ 4 എടുത്തില്ലാവരും പേജ് നമ്പർ 34. ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്റർ 4 ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റർ 4 എന്താണ് പഠിക്കാനായിട്ടുള്ളത്? സ്റ്റോറി ആണോ പോയം ആണോ? എന്താണ്? ഒരു സ്റ്റോറിയാണ് കേട്ടോ. എന്താണ് ചാപ്റ്ററിന്റെ നെയിം? എന്താ ചാപ്റ്ററിന്റെ നെയിം? നോക്കിക്കേ, എന്താണ് റീഡ് ചെയ്തില്ലാവരും? Why the sky is so high? അല്ലേ, എന്താണ് ചാപ്റ്ററിന്റെ നെയിം? Why the sky is so high? എന്തുകൊണ്ടാണ് സ്കൈ എന്താണ് വളരെ ഉയരത്തിൽ നിൽക്കുന്നത് അല്ലേ? അപ്പോ സ്കൈയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആണെന്ന് മനസ്സിലായി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം സ്റ്റോറി എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, അപ്പോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് റീഡ് ചെയ്യാം. നോക്കിക്കേ. Long ago, the earth and the sky were close friends. They were so close that the sky lived very near the earth. One only had to stretch one's hand to touch it. And people love to have the soft blue sky so near them. In the first paragraph, we പറയുന്നത് എന്താണ്? Long ago, the earth and the sky were close friends. അല്ലേ? പണ്ടുകാലത്ത് എന്തായിരുന്നു? നമ്മുടെ ഭൂമിയും അതോടൊപ്പം തന്നെ സ്കൈയും അല്ലേ, എർത്തും സ്കൈയും എന്ന് പറയുന്നത് എന്തായിരുന്നു? നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരുന്നു എന്നാ പറയുന്നത് അല്ലേ? അപ്പോ നമ്മുടെ സ്കൈയും എർത്തും എന്താണ്? നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ? ആകാശവും ഭൂമിയും എന്തായിരുന്നു പണ്ട്? വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. They were so close that the sky lived very near the earth. എന്തുകൊണ്ടായിരുന്നു അവർ വളരെ സുഹൃത്തുക്കളായി മാറിയെന്ന് അറിയാമോ? അവർ രണ്ടുപേരും എന്തായിരുന്നു? ഏറ്റവും അടുത്ത് തന്നെ ആയിരുന്നു, തൊട്ടടുത്തുള്ള ആളുകളായിരുന്നു അല്ലേ? നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നവരെപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും അല്ലേ? അതുപോലെ നമ്മുടെ സ്കൈയും എർത്തും വളരെ അടുത്തടുത്ത് നിലനിൽക്കുന്നത് കൊണ്ട് ഇവരെന്തായിരുന്നു? വളരെ സുഹൃത്തുക്കളായിരുന്നു, നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. One only had to stretch one's hand to touch it. And people love to have the soft blue sky so near them. അല്ലേ, ഒന്ന് ഭൂമിയിൽ നിന്ന് ഒന്ന് കൈ തൊട്ട് കൈ ഒന്ന് സ്ട്രെച്ച് ചെയ്ത ദൂരത്തിൽ നമുക്ക് എന്തിനെ തൊടാമായിരുന്നു? സ്കൈയെ അല്ലേ, ആകാശത്ത് തൊടാവുന്ന ദൂരത്തിലേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ആകാശവും ഭൂമിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. കൈയെന്ന് ഉയർത്തി നമുക്ക് ആരെ തൊടാമായിരുന്നു? ആകാശത്തെ അല്ലേ, സ്കൈയെ തൊടാവുന്ന ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. And people love to have the soft blue sky so near them. അല്ലേ, അതുകൊണ്ട് തന്നെ വളരെ അടുത്തായതുകൊണ്ട് അവർ എന്ത് ചെയ്തു? സ്കൈയെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ആകാശത്തെ എന്തോ ചെയ്തു? വളരെയധികം ഇഷ്ടപ്പെട്ടു അല്ലേ? നമുക്കറിയാം സ്കൈയുടെ കളർ എന്താണ്? ബ്ലൂ അല്ലേ? ബ്ലൂ സ്കൈ എന്തോ ചെയ്തു? അവര് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. Now on earth there were many villages where people lived and went about happily with their work. In one such village, far on the horizon, where the sky nearly touched the earth, lived an old woman. This old woman dwelt in a hut with a thatched roof that was covered with straw. She was very old and bent in the back like a bow. Now on earth there were many villages where people lived and went about happily with their work. എന്താ പറഞ്ഞിരിക്കുന്നത്? Now on earth there were many villages where people lived and went about happily with their work. അല്ലേ, ഇപ്പോൾ ഭൂമിയിൽ എന്താണ്? ധാരാളം വില്ലേജസ് ഉണ്ട്. അവിടുത്തെ ജനങ്ങളെല്ലാം എന്താണ്? വളരെയധികം സന്തോഷത്തോടെ അവരുടെ ജോലികളും മറ്റും ചെയ്യുന്നു. In one such village far on the horizon, with the sky nearly touched the earth, lived an old woman. ഈ ഭൂമിയിൽ തന്നെ ഈ ആകാശവും ഭൂമിയും തമ്മിൽ
with a thatched roof that was covered with straw. അല്ലേ, ഈ ഭൂമിയിൽ തന്നെ ഒരേ ഒരു പ്രായമുള്ള ഒരേ ഒരു ഓൾഡ് വുമൺ എന്ന് പറയുന്നത് ഈ ഒരു വില്ലേജിലാണ് താമസിക്കുന്നത്. അവർ എവിടെയാണ് താമസിക്കുന്നത്? ദിസ് ഓൾഡ് വുമൺ dwelt in a hut with a thatched roof that was covered with straw. അല്ലേ, കുടിലാണ് അവർ താമസിക്കുന്നത്. അല്ലേ, വൈക്കോൽ കൊണ്ട് ഉണ്ടാക്കിയ മേൽക്കൂരയൊക്കെ ഉള്ള ഒരു കുടിലാണ് നമ്മുടെ ഈ ഓൾഡ് വുമൺ താമസിക്കുന്നത്. നോക്കിക്കേ, അതിൽ ഒരു ന്യൂ വേർഡ് ഉണ്ട്. എന്താണ് dwelt? dweltന്റെ മീനിങ് എന്താണ്? lived. അല്ലേ, താമസിക്കുന്നത്. thatched എന്താ മീനിങ്? a roof made with a dried plant material. അല്ലേ, വൈക്കോൽ. അല്ലേ, ഉണങ്ങിയ പ്ലാന്റിന്റെ അല്ലേ, അതിനെ നമ്മൾ എന്താ വിളിക്കുക? വൈക്കോൽ. അല്ലേ, thatched എന്താണ്? a roof made with dried plant material. അപ്പോൾ ഒരു കുടിലാണ് നമ്മുടെ ഈ ഓൾഡ് വുമൺ അല്ലേ, ഏറ്റവും പ്രായം കൂടിയ ഈ ഓൾഡ് വുമൺ താമസിക്കുന്നത്. She was very old and bent in the back like a bow. അല്ലേ, അവരെന്ന് പറഞ്ഞാൽ എന്താണ്? വളരെയധികം പ്രായമുള്ളതാണ്. അവര് എന്താണ്? കുനിഞ്ഞാണ് നിൽക്കുന്നത്. അല്ലേ, ഒരു ബോയെ പോലെ. അല്ലേ, അവര് കൂനിയാണ് നിൽക്കുന്നത്. അല്ലേ, വളഞ്ഞു. അല്ലേ, അവരുടെ ശരീരം എന്ത് ചെയ്തു? വളഞ്ഞു. അല്ലേ, ഓക്കെ, മനസ്സിലായല്ലോ. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിക്കേ. The woman was so old that everyone believed and told each other that she probably was the oldest woman living, not only in the village but on earth. She lived all alone without any family or friend. She did not talk to anyone, nor did anyone talk to her. She lived by herself in her mud hut, since she had no one to help her with her household work. She tottered around her house, cleaning one area after the other. She would sweep and swab dust and scrub the floor of her hut all day. She would get so engrossed in her sweeping and swabbing that she would think of nothing else but of more sweeping and more swabbing. She was so fond of keeping her hut spick and span. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഓൾഡ് വുമനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? The woman was so old. അല്ലേ, നമ്മൾ പറഞ്ഞല്ലേ ഈ വുമൺ എന്ന് പറയുന്നത് എന്താണ്? നല്ല പ്രായമുള്ള ഒരു വുമൺ ആണ്. That everyone believed and told each other that she probably was the oldest woman living, not only in the village but on earth. അവിടെയുള്ള ആളുകളെല്ലാം വിശ്വസിച്ചിരിക്കുന്നത് എന്താണ്? ഈ വില്ലേജിൽ നിന്ന് മാത്രമല്ല, ഈ എർത്തിൽ തന്നെ അല്ലേ, ഈ ഭൂമിയിൽ തന്നെ ഏറ്റവും പ്രായം കൂടിയ ഒരേ ഒരു ഓൾഡ് വുമൺ എന്ന് പറയുന്നത് ഈ ഒരു സ്ത്രീയാണ്. അല്ലേ, ഈ ഒരു വുമൺ മാത്രമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. She lived all alone without any family or friend. അല്ലേ, എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ എങ്ങനെയാണ്? ഒറ്റയ്ക്കാണ് കുടിൽ താമസിക്കുന്നത്. അല്ലേ, അവർക്ക് ഫാമിലി ഇല്ല, പിന്നെ എന്തില്ല? അവർക്ക് ഫ്രണ്ട്സോ ആരുമേ ഇല്ല, കുടുംബമോ ഒന്നും തന്നെ ഇല്ല. She did not talk to anyone, nor did anyone talk to her. അല്ലേ, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് പറഞ്ഞു. അല്ലേ, ഇവര് ആരോടും എന്ത് ചെയ്യില്ല? ഈ ഓൾഡ് വുമൺ ആരോടും സംസാരിക്കാനും പോകില്ല. തിരിച്ച് ഇങ്ങോട്ടും ഈ ഓൾഡ് വുമണിനോടും ആരും എന്ത് ചെയ്യാറില്ല? സംസാരിക്കാറില്ല. She lived by herself in her mud hut. അത് ഒറ്റയ്ക്ക് എന്ത് ചെയ്തു? മഡ് കൊണ്ടുണ്ടാക്കിയ ഹട്ടിൽ അല്ലേ, കുടില് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. Since she had no one to help her with her household work. അല്ലേ, അവരുടെ വീട്ടിലെ ജോലികൾക്കൊന്നും തന്നെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവർ ഒറ്റയ്ക്ക് തന്നെ, ഈ ഓൾഡ് വുമൺ ഒറ്റയ്ക്ക് തന്നെയാണ് തന്റെ വീട്ടിലെ പണികളെല്ലാം ചെയ്യുന്നത്. She tottered around her house, cleaning one area after the other. എന്താണ് ടോട്ടറിന്റെ മീനിങ്? Move in a slow and unsteady way. അല്ലേ, പറഞ്ഞു ഓൾഡ് വുമൺ ആണെന്ന് പറഞ്ഞല്ലേ, അപ്പൊ എന്താണ്? പെട്ടെന്ന് തന്നെ നമ്മളെ പോലെ തന്നെ നല്ല രീതിയിൽ ജോലികൾ മറ്റും ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല. ഇതുപോലെ തന്നെ പയ്യെ ആണ് അല്ലേ കാര്യങ്ങളും മറ്റും ചെയ്തിരുന്നത്. She tottered around her house, cleaning one area after the other. അല്ലേ, അവർ എന്ത് ചെയ്യും? വീട്ടിലെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? വൃത്തിയായി സൂക്ഷിക്കും. അല്ലെ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് പയ്യെ മൂവ് ചെയ്ത് അവർ എന്ത് ചെയ്യുമായിരുന്നു? വൃത്തിയാക്കുമായിരുന്നു. She would sweep and scrub dust and scrub the floor of her hut all day. എല്ലാ ദിവസവും അവർ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്? അവരുടെ കുടില് വൃത്തിയായി സൂക്ഷിക്കും. പോവുകയും തുടയ്ക്കുകയും എന്ത് ചെയ്യും? സ്വാബിന്റെ മീനിങ് എന്താണ്? ടു ക്ലീൻ. അല്ലേ, വൃത്തിയായി സൂക്ഷിക്കുമായിരുന്നു. അല്ലേ, അവിടെ യാതൊരു തരത്തിലും പൊടിയും ഉണ്ടാകാനായിട്ട് സമ്മതിക്കുകയില്ലായിരുന്നു. അവിടെ എല്ലാം എന്ത് ചെയ്യുമായിരുന്നു? വൃത്തിയായി സൂക്ഷിക്കുമായിരുന്നു. She would get so engrossed in her sweeping and swabbing that she would think of nothing else. അല്ലേ, എന്താണ്? അവരെപ്പോഴും അവർ കുടില്
ഉണ്ടാകാതെ എപ്പോഴും തന്നെ വീട് മനോഹരമായിട്ട് വൃത്തിയായിട്ട് എന്ത് ചെയ്യും സൂക്ഷിച്ചു. നിങ്ങൾ അങ്ങനെയാണോ? വൃത്തിയായിട്ട് സൂക്ഷിക്കാറുണ്ടോ? Okay. She would think of nothing else but of more sweeping and more swabbing. അല്ലേ? എപ്പോഴും തന്റെ കുടിൽ നന്നായിട്ട് എന്ത് ചെയ്തു? വൃത്തിയായിട്ട് സൂക്ഷിച്ചു. അല്ലേ? ഒരു തരത്തിലുള്ള പൊടിയും ഉണ്ടാകാതെ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ എപ്പോഴും എന്താണ് വൃത്തിയായി സൂക്ഷിച്ചുകൊണ്ടേയിരുന്നു. She was so fond of keeping her hut spick and span. എന്താ spick and span? spotlessly clean. അല്ലേ? അപ്പോഴപ്പോഴല്ലേ? അപ്പോഴപ്പോഴും തന്നെ എന്ത് ചെയ്യും? വൃത്തികേടാവുകയാണെങ്കിൽ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റിക്ക് ആൻഡ് സ്പാൻ. എപ്പോഴും തന്റെ വീട് വൃത്തിയായി യാതൊരു തരത്തിലുള്ള പൊടിയും ഉണ്ടാകാതെ എപ്പോഴും ഓൾഡ് വുമൺ എന്ത് ചെയ്തു? വൃത്തിയായിട്ട് സൂക്ഷിച്ചു. മനസ്സിലായല്ലോ? അപ്പൊ ഓൾഡ് വുമന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായല്ലോ? ഓൾഡ് വുമൺ എന്ന് പറയുന്നത് എന്താണ്? ഓൾഡ് വുമൺ ഒറ്റയ്ക്ക് കുടിലാണ്, ഹട്ടിലാണ് താമസിക്കുന്നത്. അവിടെയുള്ള ആളുകൾ എന്താണ് വിശ്വസിച്ചിരുന്നത്? ഈ ലോകത്തിൽ ഭൂമിയിൽ തന്നെ എന്താണ് ഇതാണ് ഏറ്റവും പ്രായം കൂടിയ വുമൺ എന്ന് പറയുന്നു എന്ന് അവരെന്ത് ചെയ്തു? വിശ്വസിച്ചു. അല്ലെ? അവരെപ്പോഴും തന്നെ കുടിൽ എന്ത് ചെയ്തു? വൃത്തിയായി സൂക്ഷിച്ചു കൊണ്ടിരുന്നു. കൂടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. മറ്റുള്ളവരോട് സംസാരിക്കുകയോ അതോടൊപ്പം ഇങ്ങോട്ടും നമ്മുടെ ഓൾഡ് വുമനോടും ആരും സംസാരിക്കാറും ഇല്ലായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. One summer season, the earth was parched for want of water. The land grew so dry that you could see cracks in them. Dust started to blow everywhere. It was on the roofs, on the trees, on everything in the houses. It blew into people's eyes and throat. The air was filled with the dust. People started to face a terrible time with the dust in their mouth and eyes. They coughed and sneezed. Their eyes watered. Everyone in the village was choking and sniffling. Even the sky, being so close to its friend earth, began to cough and sneeze when the wind carried the dust into its eyes and mouth. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സമ്മർ സീസൺ എന്താ സംഭവിച്ചത് ആ വില്ലേജില്? One summer season, the earth was parched for want of water. അല്ലേ? parched മീനിങ് എന്താണ്? വെരി ഡ്രൈ ഓർ thirsty. അല്ലേ? സമ്മർ സീസൺ ആകുമ്പോൾ നമുക്ക് അറിയാം അല്ലേ? നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥയാണ് സമ്മർ സീസൺ എന്ന് പറയുന്നത്. അല്ലേ? അപ്പോൾ എന്താണ് നമുക്ക് വെള്ളമൊന്നും കിട്ടാത്തൊരവസ്ഥയുള്ളത് അല്ലേ? ജലദൗർലഭ്യമൊക്കെ നേരിടുന്ന ഒരു ടൈമാണ് സമ്മർ സീസൺ എന്ന് പറയുന്നത്. അല്ലേ? ഇത് earth was parched. അല്ലേ? എന്തായി? നമ്മുടെ earth ഭൂമി എന്ന് പറയുന്നത് എന്തായി? ഡ്രൈ ആയി അല്ലേ? വരണ്ടു തുടങ്ങി അല്ലേ? വെള്ളത്തിനായി നമ്മുടെ ഭൂമി എന്ത് ചെയ്തു? ദാഹിച്ചു. For want of water. The land grew so dry that you could see cracks in it. അല്ലേ? ഭൂമിയൊക്കെ ലാൻഡ് ഒക്കെ എന്തായി? വരണ്ടു തുടങ്ങി, വിള്ളലുകൾ ക്രാക്സ് ഒക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങി. അല്ലേ? നമുക്കറിയാം വെള്ളമില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെയെല്ലാം എന്ത് സംഭവിക്കും? വിള്ളലുകൾ മറ്റു നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെ നമ്മുടെ ഭൂമിയിലെ ലാൻഡ് ഒക്കെ എന്തായി? ക്രാക്ഡ് ആയി. Dust started to blow everywhere. അല്ലേ? അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? എല്ലായിടത്തും എന്തായി? പൊടി വീശാനായിട്ട് തുടങ്ങി. അല്ലേ? അപ്പൊ നമുക്കറിയാം നമ്മുടെ ലാൻഡിലെ മണ്ണൊക്കെ എന്താ ഡ്രൈ ആയ കാറ്റത്ത് എന്തോ ചെയ്യും? ഉയരത്തിൽ എന്ത് ചെയ്യും? അത് പൊങ്ങാനായിട്ട് തുടങ്ങും. അല്ലേ? Dust started to blow everywhere. എല്ലായിടത്തും കാറ്റ് വീശാനായിട്ട് തുടങ്ങി. പൊടി കാറ്റ് വീശാൻ തുടങ്ങി. It was on the roofs, on the trees, on everything in the house. ഇതെല്ലാം എങ്ങോട്ടേക്ക് പറന്നു പോയി? റൂഫ്സിലേക്കും അല്ലേ? വീടുകളുടെ മേൽക്കൂരകളിലേക്കും മരങ്ങളിലേക്കും വീടിന് ഉള്ളിലേക്കും അല്ലേ? വീടിന്റെ എല്ലാ ഇടങ്ങളിലേക്കും എന്തായി? പൊടിയായി അല്ലേ? പൊടി പറക്കാനായിട്ട് തുടങ്ങി. It was on the roofs, on the trees, on the everything in the houses. It blew into people's eyes and throat. അതേക്ക് മാത്രമാണോ? അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ അവിടുത്തെ ആളുകളുടെ കണ്ണുകളിലേക്കും തൊണ്ടയിലേക്കും ഒക്കെ എന്തായി? പൊടി പറന്നടിച്ച് കയറാനായിട്ട് തുടങ്ങി. The air was filled with dust. അല്ലേ? നമുക്കറിയാം നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഈ എൻവയോൺമെന്റിൽ എയർ ഉണ്ടല്ലേ? നമ്മുടെ എയർ എന്ത് ചെയ്യുന്നു? ബ്രീത്ത് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ എയർ ഫുള്ളും എന്തായി? ഡസ്റ്റ് കൊണ്ട് പൊല്യൂട്ടഡ് ആയി. The air was filled with dust. People started to face a terrible time with the dust in their mouth and eyes. അല്ലേ? ഒരു വല്ലാത്തൊരു സാഹചര്യമായി അവിടുത്തെ ജനങ്ങളിൽ. കാരണം എന്താണ്? പോകുന്നിടത്തെല്ലാം എല്ലായിടത്തും എന്താണ്? പൊടിയാണ്. അവരുടെ കണ്ണുകളിലേക്കും തൊണ്ടയിലേക്കും ഒക്കെ എന്തായി? പൊടി കയറാനായിട്ട് തുടങ്ങി. അവിടെ എല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങി? ചുമയ്ക്കാനും തുമ്മാനുമായിട്ട് തുടങ്ങി. അല്ലേ? നമുക്ക് പൊടിയടിച്ചാൽ എന്താണ്? തുമ്മലുണ്ടാകാം, ചുമയുണ്ടാകാം. അല്ലേ? But they coughed and sneezed. Their eyes watered. അവരുടെ കണ്ണുകളൊക്കെ വെള്ളം കൊണ്ട് നിറഞ്ഞൊഴുകാനായിട്ട് തുടങ്ങി. കണ്ണിൽ പൊടിയൊക്കെ വന്ന് തട്ടി നമുക്ക് എന്താ കണ്ണിന് വെള്ളം വരാറില്ലേ? Everyone in the village was choking
and sniffling. എന്താണ് അവിടുത്തെ ജനങ്ങളെല്ലാം അവിടുത്തെ ഗ്രാമവാസികൾക്കെല്ലാം എന്തുണ്ടായി ശ്വാസമുട്ടലും അതോടൊപ്പം മൂക്കടപ്പും ഒക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങി. Even the sky being so close to its friend Earth began to cough and sneeze when the wind carried the dust into its eyes and mouth. അല്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ആകാശം ഭൂമി എന്താണ് വളരെ അടുത്ത് തന്നെ ആയിരുന്നു അല്ലേ. Even the sky being so close its friend Earth അല്ലേ സ്കൈ തന്റെ ഫ്രണ്ടിനോട് ഏറ്റവും അടുത്ത് തന്നെ ആയിരുന്നു. Began to cough and sneeze when the wind carried the dust into its eyes and mouth. അതിന്റെ കണ്ണുകളിലും വായ്ക്കുള്ളിലും എനിക്ക് എന്തായി പൊടിയായി. Next paragraph നോക്കി. The old woman too was troubled by the dust. Her clean head was covered in dust. And out she picked up her broom to clear the dust. She searched everywhere, but the dust kept on rising and resettling on her head. She searched inside and outside, but the dust would not relent. It blew all around her, making brown clouds. The more she cleaned, the more the clouds of dust formed. The old woman too was troubled by the dust. നമ്മുടെ ഓൾഡ് വുമന്റെ പ്രത്യേകത എന്തായിരുന്നു എപ്പോഴും തന്നെ കൂടുതൽ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്ന വ്യക്തിയായിട്ടല്ലേ ഒരു തരത്തിലുള്ള പൊടിയും ഉണ്ടാകാതെ എപ്പോഴും വൃത്തിയാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഒരു ഓൾഡ് വുമൺ ആയിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഓൾഡ് വുമൺ എന്ത് സംഭവിച്ചു വളരെയധികം വിഷമത്തിലായി. Her clean head was covered in dust. അല്ലേ അവരുടെ വൃത്തിയുള്ള കുടിൽ എന്തായി എന്തുകൊണ്ട് നിറഞ്ഞു പൊടി കൊണ്ട് നിറഞ്ഞു. And now she picked up her broom to clear the dust. അവർ എന്ത് ചെയ്തു അതൊന്നും നോക്കാതെ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരുന്നു ചൂല് ഉപയോഗിച്ച് വൃത്തിയായി സൂക്ഷിച്ചുകൊണ്ടേയിരുന്നു. She searched everywhere, but the dust kept on rising and resetting on her head. അവര് ഓൾഡ് വുമൺ വൃത്തിയാക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും എന്താണ് പൊടി നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. She searched inside and outside, but the dust would not relent. അല്ലേ എപ്പോഴും തൂക്കുകയും തൊടുകയും ചെയ്തു എങ്കിലും എന്താണ് വീണ്ടും വീണ്ടും പൊടി കയറുകയായിരുന്നു കുടിലേക്ക്. റിലന്റിന്റെ മീനിങ് എന്താണ് ഗീവിങ്. It blew all around her, making brown clouds. The more she cleaned, the more the clouds of dust formed. പൊടിക്കാറ്റ് എന്ത് ചെയ്തുകൊണ്ടേയിരുന്നു വീശിക്കൊണ്ടേയിരുന്നു എല്ലായിടത്തും അല്ലേ. The more she cleaned, the more the clouds of dust formed. അല്ലേ എന്തുമാത്രം തോന്നുന്നു വൃത്തിയാക്കുന്നു അതിനനുസരിച്ച് വീണ്ടും വീണ്ടും അവിടെ എന്തുണ്ടാവുകയായിരുന്നു പൊടി ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. മനസ്സിലായല്ലോ. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. The dust rose to the sky and aggravated its coughing and sniffling. So the old lady kept on sweeping. The dust kept on rising and the sky kept on coughing. This dust entered its nose and started to tickle it. When the sky could endure no more, it let out a great sneeze, so loud and terrible that the whole world jiggled and joggled and quivered and wobbled. Never had the villagers heard the sky rumble and mumble so loudly. They got so very frightened that they started to run to their huts for their dear life. But the old lady hardly noticed all the hullabaloo around her and kept on sweeping to rid her dear little head of the dust. എന്താ പറയുന്നത് the dust rose to the sky and aggravated its coughing and sniffing. aggravated meaning എന്താണ് to make something more severe അല്ലേ വളരെ അധികം അപകടത്തിലേക്ക് അല്ലേ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് മാറുകയാണ്. the dust rose to the sky അല്ലേ ഈ ഡസ്റ്റ് എങ്ങോട്ടിലേക്ക് ഉയർന്നു സ്കൈയിലേക്ക് അല്ലേ ആകാശത്തിലേക്ക് ഉയർന്നു. and aggravated its coughing and sniffling അല്ലേ അതിന് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി തുമ്മാനും തുടങ്ങി. so the old lady kept on sweeping, the dust kept on rising and the sky kept on coughing. ഈ ഓൾഡ് ലേഡി അപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തൂത്ത് തുടച്ച് ഇരിക്കുകയായിരുന്നു എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. the dust kept on rising and the sky kept on coughing. ഇതിനനുസരിച്ച് പൊടി ഉയരുന്നതിനനുസരിച്ച് നമ്മുടെ സ്കൈ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി ചുമയ്ക്കാനായിട്ട് തുടങ്ങി. this dust entered its nose and started to tickle it. ഈ പൊടിയെല്ലാം കൂടി ഉയർന്ന് നമ്മുടെ സ്കൈയുടെ നോസിലേക്ക് കയറുകയും അതിന് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി ഇക്ലി ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. when the sky could endure no more, it let out a great sneeze, so loud and terrible that the whole world jiggled and joggled and quivered and wobbled. Never had the villagers heard the sky rumble and mumble so loudly. അല്ലേ നമ്മുടെ ഈ ഓൾഡ് വുമൺ തൂക്കുന്നതിനനുസരിച്ച് തുറയ്ക്കുന്നതിനനുസരിച്ച്
ഈ പൊടി എന്ത് ചെയ്യാൻ തുടങ്ങി? ആകാശത്തിലേക്ക് ഉയരുകയും നമ്മുടെ സ്കൈയുടെ മൂക്കിനുള്ളിൽ കയറുകയും ചെയ്തു. ഇതിന്റെ ഫലമായിട്ട് ആകാശം എന്ത് ചെയ്യാൻ തുടങ്ങി? ചുമയ്ക്കാനും മറ്റും തുടങ്ങി. This dust entered its nose and started to tickle it. When the sky put endure no more. ആകാശത്തിന് എന്ത് ചെയ്യാനായിട്ട് സഹിച്ചില്ല? സഹിക്കാനായിട്ട് കഴിഞ്ഞില്ല. endure എന്താണ്? bear സഹിക്കാനായിട്ട് കഴിഞ്ഞില്ല. It let out a great sneeze. അപ്പോൾ നമ്മുടെ ആകാശം എന്ത് ചെയ്യാൻ തുടങ്ങി? വളരെ ഉച്ചത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? തുമ്മി. So loud and terrible. വളരെ ഉച്ചത്തിലുള്ളതായിരുന്നു. Then the whole world jiggled and joggled toward and walked. എന്താണ് meaning? To move or shake with a jerk. എന്താണ്? വളരെ വേൾഡിൽ ലോകത്ത് തന്നെ എന്താണ് വളരെ ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ എന്തുണ്ടായി? ഒരു ഞെട്ടലുണ്ടായി അവിടെയുള്ള ആളുകൾക്കെല്ലാം. Never had the villagers heard the sky rumble and mumble so loudly. ഇതുപോലൊരു ശബ്ദം അവിടുത്തെ ജനങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല. അത് മാത്രം ഉച്ചത്തിലുള്ള ഒരു ശബ്ദമായിരുന്നു. Rumble and mumble meaning എന്താണ്? To make a roaring sound. വളരെ ഉച്ചത്തിലുള്ള ഒരു സൗണ്ട് ആയിരുന്നു. They got so very frightened that they started to run to their huts for their dear life. അവർ എന്ത് ചെയ്തു? ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടിട്ട് നമ്മുടെ ആകാശം തുമ്മിയ ഒരു ശബ്ദം കേട്ടിട്ട് അവർ എന്ത് ചെയ്തു? വളരെയധികം പേടിച്ചു. ഇതുവരെ അതുപോലൊരു ശബ്ദം ഇതുവരെ കേട്ടിട്ടില്ലായിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്തു? അവര് പെട്ടെന്ന് അവിടെ ഓടുകയും തന്റെ പ്രിയപ്പെട്ട വീടുകളിലേക്ക് എന്ത് ചെയ്യാനും തുടങ്ങി? കയറാനായിട്ട് തുടങ്ങി. But the older lady hardly noticed all the hullabaloo around her and kept on seeming to rid her dear little head of the dust. എന്താണ് hullabaloo എന്ന് വെച്ചാൽ? എന്താ പറയുമോ? commotion. commotion മീനിങ് എന്താണ്? ബഹളം. അപ്പോ എന്താണ്? But the older lady hardly noticed all the hullabaloo around her and kept on seeming to rid her dear little head of the dust. ഇത്രയും വലിയൊരു ശബ്ദം കേട്ടിട്ട് നമ്മുടെ ഓൾഡ് ലേഡി എന്ത് ചെയ്തില്ല? അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാനോ ചിന്തിക്കാനോ ഒന്നും പോയില്ല. അവരെപ്പോഴും എന്ത് ചെയ്തു? തന്റെ കുടിൽ എന്ത് ചെയ്തുകൊണ്ടേയിരുന്നു? വൃത്തിയായി സൂക്ഷിച്ചു കൊണ്ടേയിരുന്നു. ഇത്തരം ശബ്ദം കേട്ടപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം പെട്ടെന്ന് വീടിനുള്ളിലേക്ക് കയറുകയാണ് ചെയ്തത്. പക്ഷേ നമ്മുടെ ഈ ഓൾഡ് ലേഡി എന്താ ചെയ്തത്? അവരെപ്പോഴും അവിടെ വൃത്തിയാക്കാനായിട്ട് നോക്കിക്കൊണ്ടേയിരുന്നു. But the poor sky, unable to bear anymore, kept on sneezing. This sneezing brought big tears into its eyes, and the more he sneezed, the more his eyes watered. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ പാവപ്പെട്ട നമ്മുടെ ഈ ആകാശം to bear anymore, വീണ്ടും സഹിക്കാനായിട്ട് കഴിഞ്ഞു ആ പൊടി ഇല്ല. kept on sneezing, വീണ്ടും തുമ്മാനായിട്ട് തുടങ്ങി. This sneezing brought big tears into its eyes. തുമ്മും തോറും നമ്മുടെ സ്കൈയുടെ കണ്ണുകളിൽ എന്ത് നിറയാനായിട്ട് തുടങ്ങി? വെള്ളം നിറയാനായിട്ട് തുടങ്ങി. കണ്ണീര് വന്നു. And the more he sneezed, വീണ്ടും എന്ത് ചെയ്തു? തുമ്മി കണ്ണിൽ നിന്ന് വെള്ളം കണ്ണുനീര് ഒഴുകാനായിട്ട് തുടങ്ങി. The more his eyes watered, കണ്ണിൽ നിറച്ച് എന്തായി? വെള്ളമായി. മനസ്സിലായോ? അപ്പൊ എന്താ സംഭവിച്ചത്? നമ്മുടെ ആകാശവും ഭൂമി സ്കൈയും മൊത്തം എന്താണ്? വളരെ നല്ല ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാലേ അവര് തൊട്ടടുത്ത് തന്നെ ആയിരുന്നു എന്ത്? അവര് നിലനിന്നിരുന്നത്. അതുകൊണ്ട് അവർ തന്നെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഒരു പ്രദേശത്ത് ഒരു ഗ്രാമത്തില് ഒരു ഓൾഡ് ലേഡി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലേ. ഓൾഡ് ലേഡി ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നതെന്ന് പറഞ്ഞല്ലേ. വേറെ മറ്റുള്ള ഫാമിലിയോ ഫ്രണ്ട്സോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. സ്വന്തമായി ഒറ്റയ്ക്ക് വീട്ടിലെ എല്ലാ പണിയും ഓൾഡ് ലേഡി തന്നെയായിരുന്നു ചെയ്തിരുന്നത്. നമ്മുടെ ഈ ഓൾഡ് ലേഡിയോട് സംസാരിക്കാനോ ഓൾഡ് ലേഡി മറ്റൊരാളോട് സംസാരിക്കാനോ പോകുമായിരുന്നോ? ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം സമ്മർ സീസണിൽ എന്ത് ചെയ്തു? നമ്മുടെ ലാൻഡിലെ ഡ്രൈ ആയ സമയത്ത് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? പൊടിക്കാറ്റ് വീശാനായിട്ട് തുടങ്ങി. എല്ലായിടത്തും എന്തായി? ഫുൾ ഓഫ് ഡസ്റ്റ് ആയില്ലേ. അങ്ങനെ എന്താ ചെയ്തത്? നമ്മുടെ ഓൾഡ് ലേഡി എന്ത് ചെയ്തു? ഈ പൊടി വരുന്നതിനനുസരിച്ച് തുടച്ചുകൊണ്ടേയിരുന്നു, വൃത്തിയാക്കിക്കൊണ്ടേയിരുന്നു. ഇതിന്റെ ഫലമായിട്ട് ഈ ഡസ്റ്റ് എല്ലാം എങ്ങോട്ടേക്ക് ഉയർന്നു? സ്കൈയിലേക്ക് ഉയർന്നു. ഇതിന്റെ ഫലമായി സ്കൈ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? സ്നീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വളരെ ഉച്ചത്തിലുള്ള ശബ്ദമൊക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങി. എന്നിട്ടും നമ്മുടെ ഈ ഓൾഡ് ലേഡി അവിടെ വൃത്തിയാക്കുന്ന നിർത്തിയോ? ഇല്ല, വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ നമ്മുടെ സ്കൈയുടെ കണ്ണിൽ നിന്നും ധാരാളം വെള്ളം വരാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പൊ സ്റ്റോറിയുടെ ഇത്രയും പാർട്ട് ഇവിടെ നിൽക്കട്ടെ. ബാക്കി സ്റ്റോറി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. മനസ്സിലായോ? സ്റ്റോറി മനസ്സിലായോ? എന്താണ് ചാപ്റ്റർ നെയിം? Why the sky is so high. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റോറിയുടെ ഇത്രയും പാർട്ട് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതിൽ നമ്മൾ കുറെ മീനിങ്സ് പഠിച്ചു. ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കിക്കേ, ഫസ്റ്റ് ആണ് എന്താ? ഡൾട്ട്. എന്താ മീനിങ്? ലീവ്ഡ്. പറഞ്ഞ എന്താണ്? ഡൾട്ടിന്റെ മീനിങ് എന്താണ്? ലീവ്ഡ്. ടാറ്റസ്റ്റ്
എന്താണ്? A roof made with a dried plant material. Okay. Totter meaning എന്താണ്? Move in a slow and unsteady way. Swamp meaning എന്താണ്? To cling. Engrossed meaning എന്താണ്? To get busy in something. Spick and span എന്താ meaning? Spotlessly clean. മനസ്സിലായോ? പക്ഷെ ഒന്നുകൂടെ റീഡ് ചെയ്യാൻ നോക്കിക്കേ. വെൽറ്റിന്റെ മീനിങ് എന്താണ്? Leaf attached എന്താണ്? A roof made with dried plant material. Totter meaning എന്താണ്? Move in a slow and unsteady way. Swamp meaning എന്താണ്? To clean. Engrossed meaning എന്താണ്? To get busy in something. Spick and span spotlessly clean. Okay. Next one again. Parched meaning എന്താണ്? Very dry or thirsty. എന്താണ് parched ന്റെ meaning? Very dry or thirsty. Relent എന്താ meaning? Give in. Relent ന്റെ meaning എന്താണ്? Give in. Aggravated എന്താ meaning? To make something more severe. എന്താണ്? To make something more severe. Endure എന്താ meaning? Bear. എന്താണ്? Bear. Jiggle and jog and quiver and wobble meaning എന്താണ്? To move or shake with a jerk. Rumble and mumble meaning എന്താണ്? To make a roaring sound. എന്താണ്? To make a roaring sound. Hullabaloo എന്താണ്? Commotion. എന്താണ് hullabalooന്റെ meaning? Commotion. നോക്കിക്കേ. Parched meaning എന്താണ്? Very dry or thirsty. Relent, give in. Aggravated, to make something more severe. Jiggle and joggle and quivered and wobbled meaning എന്താണ്? To move or shake with a jerk. Endure meaning എന്താണ്? Bear. Rumble and mumble meaning എന്താണ്? To make a roaring sound. Hullabaloo എന്താണ്? Commotion. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഇത്രയും മീനിങ്സ് ആണ് നമ്മൾ പഠിച്ച സ്റ്റോറി ഇത്രയും പാർട്ടിലായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നോട്ട്ബുക്കിലേക്കും കോപ്പി ബുക്കിലേക്കും വൺ ടൈം എഴുതി പഠിക്കുക കേട്ടോ. ഓക്കെ. ഇതുമായി ബന്ധപ്പെട്ട ബാക്കി സ്റ്റോറി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് നന്നായിട്ട് 2 ടൈംസ് റീഡ് ചെയ്യുക. കോപ്പി ബുക്കിലും നോട്ട്ബുക്കിലേക്കും നമ്മൾ പഠിച്ച മീനിങ്സ് എല്ലാവരും എഴുതി വെക്കുക. എന്നിട്ട് ടീച്ചറിന് അയച്ചിടുക. ടീച്ചർ അടുത്ത ദിവസം എഴുതുമ്പോൾ മീനിങ് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്പെല്ലിങ് എഴുതി തന്നെ പഠിക്കുക. ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്ത് ടീച്ചറിന് അയച്ചിടുക. ഓക്കെ ചെയ്യാലോ? ഓക്കെ. Next we are going to learn maths. All of it take page number 134. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷനിലെ ഫണ്ടമെന്റൽ ഓപ്പറേഷൻ ഒക്കെ പഠിച്ചു അല്ലേ? പഠിച്ചില്ലേ? പഠിച്ചു. അതിനകത്ത് വരുന്ന പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ഡിവിഷനിലുള്ള മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഡിവിഷൻ ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിൽ വരുന്ന പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് ഫസ്റ്റ് നമുക്ക് നോക്കാം. നോക്കിക്കേ. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത്? When a number is divided by itself, the quotient is 1. ഏതൊരു നമ്പറിനെയും ആ സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ quotient എപ്പോഴും എത്രയായിരിക്കും? എത്രയാണ്? 1 ആയിരിക്കും അല്ലേ? When a number is divided by itself, the quotient is 1. അല്ലേ? നോക്കിക്കേ. 45 എന്ന് പറയുന്ന നമ്പറിനെ 45 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആൻസർ എത്രയായിരിക്കും? സെയിം നമ്പർ കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എത്രയായിരിക്കും? 1 ആയിരിക്കും അല്ലേ? മനസ്സിലായല്ലോ? അപ്പോൾ ഏതൊരു നമ്പറിനെയും ആ സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ക്വസ്റ്റ്യൻ 1 ആയിരിക്കും. 69 divided by 69 എത്രയായിരിക്കും? ക്വസ്റ്റ്യൻ പറഞ്ഞേ 1 അല്ലേ? മനസ്സിലായല്ലോ? ഓക്കേ. നെക്സ്റ്റ് പ്രോപ്പർട്ടി നോക്കിക്കേ. When a number is divided by 1, the quotient is the number itself. എന്താ പറയുന്നത്? ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ quotient എപ്പോഴും ആ നമ്പർ തന്നെയായിരിക്കും. എന്താ പറഞ്ഞിരിക്കുന്നത്? When a number is divided by 1, ഒരു നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന quotient എപ്പോഴും ആ നമ്പർ തന്നെ ആയിരിക്കും. സെയിം നമ്പർ തന്നെ ആയിരിക്കും. നോക്കിക്കേ. 82 divided by 1. നോക്കിക്കേ. 82 എന്ന് പറയുന്ന നമ്പറെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ആൻസർ എത്രയായിരിക്കും? ക്വസ്റ്റ്യൻ എത്രയാണ്? പറഞ്ഞേ. 82. എത്രയാണ്? 82. 39 divided by 1. എത്രയായിരിക്കും ക്വസ്റ്റ്യൻ? 39. മനസ്സിലായോ?
കിട്ടുക. ഏതൊരു നമ്പറിനെ ആ സെയിം നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ക്വോഷ്യന്റ് എപ്പോഴും 1 ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ പ്രോപ്പർട്ടീസ് മനസ്സിലായോ ഡിവിഷന്റെ? അപ്പോൾ ഡിവിഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഓർക്കുമല്ലോ, ഓർക്കോ? ഓക്കെ. അപ്പോൾ നമുക്ക് എക്സസൈസ് 1.9 കുറച്ച് ഡിവിഷൻ പ്രോബ്ലംസ് തന്നിട്ടുണ്ട്, നോക്കാം നമുക്ക്. നോക്കിക്കേ, 336/8. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 336/8. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. 336 divided by 8. അതാണ് ഡിവിഷൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞേ 8 ന്റെ ടേബിളിൽ 3 എന്ന് വരുന്ന നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് എടുക്കാം? 2 ഡിജിറ്റ്സ് എടുക്കാം. അപ്പോൾ 33 എന്ന് വരുന്ന നമ്പർ എടുക്കാം. ഓക്കെ, അപ്പോൾ 8 ന്റെ ടേബിളിൽ 33 ഉണ്ടോ? കൗണ്ട് ചെയ്ത് നോക്കിക്കേ. 8 ന്റെ ടേബിൾ നോക്കിക്കേ. ഉണ്ടോ? കൗണ്ട് ചെയ്തേ. 1 8 are 8, 2 8 are 16, 3 8 are 24, 4 8 are 32, 5 8 are 40. അല്ലേ? 5 8 ആണ് നമുക്ക് എത്ര കിട്ടിയത്? 40 ആണ് കിട്ടിയത്. അല്ലേ? 40 എന്ന് പറയുന്ന നമ്പർ 33 കാട്ടിലും വലിയ നമ്പർ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ഏത് നമ്പർ എടുക്കാം? 4 8 are എത്ര കിട്ടി? 32. അല്ലേ? 4 8 are 32 എടുക്കാം. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യണ്ടേ? അപ്പോൾ എപ്പോഴും നമ്മൾ സ്മോളർ നമ്പർ വേണം എടുക്കാനായിട്ട്. 33 എന്ന് പറയുന്ന നമ്പർ ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം 4 8 are 32. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം. 33 ൽ നിന്ന് 32 സബ്ട്രാക്ട് ചെയ്തേ. അപ്പോൾ എത്ര കിട്ടുന്നത്? 33 ൽ 32 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1. അപ്പോൾ നമുക്ക് 1 എന്ന് റൈറ്റ് ചെയ്യാമല്ലോ. ഓക്കെ, നെക്സ്റ്റ് നമ്പർ നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ് ചെയ്യാം 6. അല്ലേ? അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ വായിക്കാം? 16. ഇങ്ങനെ വായിക്കാം. 16 എന്ന് വായിക്കാം. ഓക്കെ, ഇനി 8 ന്റെ ടേബിളിൽ 16 ഉണ്ടോ? ഉണ്ട്. എത്ര ടൈംസ് ആണ്? 2 ടൈംസ്. അപ്പോൾ നമുക്ക് റൈറ്റ് ചെയ്യാം 2 8 are 16. കിട്ടിയില്ലേ? 16 ൽ നിന്ന് 16 സബ്ട്രാക്ട് ചെയ്തേ. എത്രയാണ്? 0. അല്ലേ? എത്ര കിട്ടി? 0. ആൻസർ എത്രയാണ്? 42. ക്വസ്റ്റ്യൻ എത്ര കിട്ടി? 42. മനസ്സിലായോ? അപ്പോൾ 336 ൽ നിന്നും 8 ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 42. എല്ലാവരും കിട്ടിയ ആൻസർ എളുപ്പമല്ലേ? ഡിവിഷൻ ചെയ്യാൻ സിമ്പിൾ അല്ലേ? എല്ലാവർക്കും കിട്ടി? എല്ലാവരും ചെയ്ത് നോക്കിയോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 495 നെ 11 കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്? ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 11 ന്റെ ടേബിൾ എല്ലാവർക്കും അറിയാമല്ലോ. 11 ന്റെ ടേബിൾ എളുപ്പമല്ലേ? ഓക്കെ, 11 1s are എത്രയാണ്? 11, 11 2s are 22, 11 3s are 33, 11 4s are 44, 11 5s are എത്രയാണ്? 11 5s are എത്രയാണ്? 55. അല്ലേ? ഇവിടെ നമുക്ക് എത്രയാണ് കിട്ടേണ്ടത്? 49 ആണ്. അല്ലേ? നമുക്ക് 11 4s are 44 ആണ് കിട്ടിയത്. 49 കിട്ടിയോ? ഇല്ല. അപ്പോൾ സ്മോളർ നമ്പർ നമുക്ക് എടുക്കാം. എത്രയാണ്? 11 4s are 44 എടുക്കാം. അപ്പോൾ നമുക്ക് റൈറ്റ് ചെയ്യാം 4 11s are 44. ഓക്കെ, അപ്പോൾ സബ്ട്രാക്ട് ചെയ്തേ. 49 ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്തേ. 44 സബ്ട്രാക്ട് ചെയ്തേ. 9 ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയാണ് പറഞ്ഞേ? എത്രയാണ് 9 ൽ നിന്ന് 4 പോയാൽ? 5 ആണ്. 4 ൽ നിന്ന് 4 പോകുമ്പോൾ എത്രയാണ്? 0. നെക്സ്റ്റ് നമ്പർ എന്ത് ചെയ്യാം? നമുക്ക് എത്രയായി? 55 ആയി. ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? 55 11 ന്റെ ടേബിൾ ഉണ്ടോ ചെക്ക് ചെയ്യാം. ഉണ്ടല്ലോ? ഉണ്ട്. എത്ര ടൈംസ് ആണ്? 5 ടൈംസ്. നമുക്ക് റൈറ്റ് ചെയ്യാം 5 11s are 55. 5 11s are 55. 55 ൽ നിന്ന് 55 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയാണ്? 0. കിട്ടിയില്ലേ? എല്ലാവരും കിട്ടിയോ? ആൻസർ എത്രയാണ്? 45. എത്രയാണ്? 45. കണ്ടോ? എളുപ്പമായി ഡിവിഷൻ ചെയ്യാനുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലേ ഡിവിഷൻ ചെയ്യാനുണ്ട്. എന്താണ്? സിമ്പിൾ എന്നല്ലേ? ഓക്കെ, അപ്പോൾ 495 ൽ നിന്നും 11 ഡിവിഷൻ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 45. കിട്ടിയില്ലേ എല്ലാവർക്കും? ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതെല്ലാവരും ഹോംവർക്ക് അടിച്ച് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ അറിയാമല്ലോ സ്റ്റെപ്പ് എങ്ങനെയാണ്, ഡിവിഷൻ ചെയ്യുന്ന സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. ഇത് നമ്മുടെ ഡിവിഷൻ ആണ് കണ്ടത്. ഇതിൽ എന്തുണ്ട്? കോഷ്യന്റ് ഉണ്ട്, റിമൈൻഡറും ഉണ്ട്. ആ ബേസിസിലുള്ള നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ കോഷ്യന്റ് റിമൈൻഡർ എന്ത് വേണം? എടുത്ത് റൈറ്റ് ചെയ്യണം. അറിയാലോ കോഷ്യന്റ് ഏതാണ്, റിമൈൻഡർ ഏതാണെന്ന് നോക്കാം നമുക്ക്. നോക്കിക്കേ, write the quotient and the remainder for the following. തന്നിരിക്കുന്നവരുടെ quotient റിമൈൻഡർ
456 divided by 5. Okay. So 4 എടുക്കാൻ നോക്കില്ല, നമുക്ക് 45 എടുക്കാം. അതറിയാമോ എല്ലാവർക്കും? Okay. 5 ന്റെ ടേബിളിൽ 45 ഉണ്ടോ? ഉണ്ടല്ലേ? എത്ര ടൈംസ് ആണ്? എത്ര ടൈംസ് ആണ്? 9 ടൈംസ് അല്ലേ? 9 5s are 45 അല്ലേ? 9 times 9 5s are 45. Okay. ഇനി നമുക്ക് എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ്? 45 ൽ 45 എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. ചെയ്യാൻ നമുക്ക് 45 45 പോകുമ്പോൾ 0. അത് റിമൈനിങ് ഒരു നമ്പർ കൂടെ ഉണ്ടല്ലേ? എത്രയാണ്? 6. 6 നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ റൈറ്റ് ചെയ്യാം. ഓക്കേ. 6 നെ നമ്മൾ എന്ത് ചെയ്യണം? ഇനി 5 ന്റെ ടേബിളിൽ 5 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. അപ്പോൾ 5 ന്റെ ടേബിളിൽ 6 ഉണ്ടോ? ഇല്ല. ഒരു കുറഞ്ഞ നമ്പർ ഉണ്ടോ? ഉണ്ട്. ഏതാണോ? 5. എത്ര ടൈംസ് ആണ്? 1 ടൈം. അപ്പോൾ നമുക്ക് എഴുതാം 1 5s are 5. റൈറ്റ് ചെയ്യാലോ? ഓക്കേ. ഇനി എന്താണ്? നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. 6 ൽ നിന്ന് 5 പോകുമ്പോൾ എത്രയാണ്? എത്രയാണ്? 1 അല്ലേ? ഓക്കേ. അപ്പോൾ കിട്ടിയല്ലോ നമുക്ക് 0 ആണോ കിട്ടിയത്? ഇവിടെ അല്ല. ഇവിടെ എത്രയാണ്? 1 ആണ് കിട്ടിയത്. ഓക്കേ. ഇനി പറയുന്നത് ക്വോഷ്യന്റ് എത്രയാണ്? ക്വോഷ്യന്റ് 91. റിമൈൻഡർ എത്രയാണ്? പറഞ്ഞേ എത്രയാണ് റിമൈൻഡർ? ഇതാണല്ലേ റിമൈൻഡർ അല്ലേ? റിമൈൻഡർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. എല്ലാവർക്കും കിട്ടിയോ? ക്വോഷ്യന്റ് 91, റിമൈൻഡർ 1. മനസ്സിലായോ? അപ്പോൾ ക്വോഷ്യന്റ് റിമൈൻഡർ എടുത്തിരുന്നെന്ന് അറിയാമോ? ക്ലിയർ അല്ലേ? ഓക്കേ. എല്ലാവർക്കും കിട്ടിയോ ക്വോഷ്യന്റ് റിമൈൻഡർ? കിട്ടിയോ? നമ്മുടെ ഇതിലുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നോക്കിക്കേ 789 divided by 4. ചെയ്യാം നമുക്ക്. 789 divided by 4. ഓക്കേ. ഇങ്ങനെ ചെയ്യാം നമുക്ക്. നോക്കിക്കേ 4 ന്റെ ടേബിളിൽ 7 ഉണ്ടോ? ഇല്ല അല്ലേ? 7 നെക്കാട്ടിലും ചെറിയ നമ്പർ ഉണ്ടോ? ഉണ്ട്. ഏതാണ്? 1 4s are 4 അല്ലേ? നമുക്ക് എഴുതാലോ. 1 4s are 4 അല്ലേ? 2 4s ആകുമ്പോൾ എത്രയാണ്? 8 ആവും അല്ലേ? അപ്പോൾ 7 നെക്കാളും വലിയ നമ്പർ. അപ്പോൾ 1 4s are 4. ഇനി 7 ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്ത് എത്രയാണ്? 7 ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3 അല്ലേ? 3 റൈറ്റ് ചെയ്തു. 8 ആകും. ഓക്കേ. ഇനി 4 ന്റെ ടേബിളിൽ 38 ഉണ്ടോ? കൗണ്ട് ചെയ്ത് നോക്കിക്കേ. നോക്കിക്കേ 1 4s are എത്രയാണ്? 4. 2 4s are 8. 3 4s are 12. 4 4s are 16. 5 4s are 20. 6 4s are 24. 7 4s are 28. 8 4s are 32. 9 4s are 9 4s are 36. 10 4s are 40. അല്ലേ? എത്രയാണ് നമുക്ക് എടുക്കാൻ പറ്റുക? 36. അവിടെ റൈറ്റ് ചെയ്യാം. 9 4s are 36. റൈറ്റ് ചെയ്യാലോ? ഓക്കേ. ഈ 38 ൽ നിന്ന് 36 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 2 അല്ലേ? 2 റൈറ്റ് ചെയ്യാം. 9 നമുക്ക് താഴെ. അപ്പോൾ 29. ഓക്കേ. 29 നമ്പർ 4 ടേബിൾ ഉണ്ടോ? കൗണ്ട് ചെയ്തേ. 1 4s are 4. 2 4s are 8. 3 4s are 12. 4 4s are 16. 5 4s are 20. 6 4s are 24. 7 4s are 28. 8 4s are 32. അല്ലേ? അപ്പോൾ നമുക്ക് എന്തെടുക്കാം? എടുക്കാം. 7 4s are അല്ലേ? 7 4s are 28 അല്ലേ? 29 ൽ നിന്ന് 28 സബ്ട്രാക്ട് ചെയ്തപ്പോൾ എത്ര കിട്ടി? 1 അല്ലേ? കിട്ടിയില്ലേ? കിട്ടി. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. 4 നെക്കാളും ചെറിയ നമ്പർ ആയല്ലേ? ഡിവിഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ക്വോഷ്യന്റ് എത്രയാണ്? 197. റിമൈൻഡർ എത്രയാണ്? 1. മനസ്സിലായോ? അപ്പോൾ ക്വോഷ്യന്റ് റിമൈൻഡർ റൈറ്റ് ചെയ്തത് മനസ്സിലായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഡിവിഷൻ ചെയ്യാൻ എളുപ്പമല്ലേ? എളുപ്പമാണ്. അപ്പോൾ ക്വോഷ്യന്റ് റിമൈൻഡർ എഴുതാൻ പറഞ്ഞിട്ട് എഴുതുമോ? ഓക്കേ. അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അത് എന്ത് ചെയ്യുക? എല്ലാവരും ഹോംവർക്ക് ആയിട്ട് ചെയ്ത് പഠിക്കും. ഓക്കേ. അപ്പോൾ എക്സസൈസ് 1.9 ഡിവൈഡ് ഫസ്റ്റ് ക്വസ്റ്റ്യനും സെക്കൻഡ് ക്വസ്റ്റ്യനും എന്താണ്? ഹോംവർക്ക് ആണ് കേട്ടോ. ഓക്കേ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന വേർഡ് പ്രോബ്ലം ആണ്. അതുമായി ഡിവിഷനുമായി ബന്ധപ്പെട്ട വേർഡ് പ്രോബ്ലംസ് നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ റീഡ് ചെയ്തേ. A fruit seller had 1 lakh mangoes
boxes each containing 126 mangoes. How many boxes were used and how many mangoes were left unpacked? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഫ്രൂട്ട് സെല്ലർ 1000 mangoes അല്ലേ, ഒരു ഫ്രൂട്ട് സെല്ലറിന്റെ കയ്യിൽ എത്ര മാംഗോസ് ഉണ്ട്? 1000 mangoes ഉണ്ട്. He packed them in boxes each containing 126 mangoes. അദ്ദേഹം എന്ത് ചെയ്തു? ഓരോ ബോക്സിലായിട്ട് പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരു ബോക്സിൽ എത്ര മാംഗോസ് ഉണ്ട്? 126 മാംഗോസ് ഉണ്ട്. ഓക്കേ, ഒരു ബോക്സിൽ എത്ര മാംഗോ ഉണ്ട്? 126. How many boxes were used? അങ്ങനെയാണെങ്കിൽ എത്ര ബോക്സസ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം? And how many mangoes were left unpacked? അല്ലേ, അങ്ങനെ പാക്ക് ചെയ്യാൻ പറ്റാതെ ബാലൻസ് ആയിട്ട് വന്ന മാംഗോസിന്റെ എണ്ണവുമാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക് അത് എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മാംഗോസ് എത്രയാണ്? ലാക്ക് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ നമ്പർ ഓഫ് മാംഗോസ് റൈറ്റ് ചെയ്യാമോ? ഓക്കേ, ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് mangoes. Total number of mangoes എത്രയാണ് പറഞ്ഞേ? ലാക്ക് അല്ലേ, ലാക്ക് ആണല്ലേ. ഓക്കേ, അപ്പോൾ ലാക്ക് മാംഗോസ് ആണ് ഒരു ഫ്രൂട്ട് സെല്ലറിന്റെ കയ്യിൽ ഉള്ളത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ബോക്സിൽ എത്ര ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് 126 മാംഗോ വീതമാണ് പാക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് എഴുതാം നമ്പർ ഓഫ് മാംഗോസ് ഇൻ വൺ ബോക്സ് അല്ലേ. എന്താണ് നമ്പർ ഓഫ് mangoes in one box. എത്രയാണ് ഒരു ബോക്സിലെ മാംഗോ എണ്ണം? എത്രയാണ്? എത്രയാണ്? 26 അല്ലേ. എത്രയാണ്? 126. ഓക്കേ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എത്ര ബോക്സസ് യൂസ് ചെയ്തു അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ബോക്സസ് യൂസ്ഡ് ഫോർ പാക്കിംഗ് ലൈക്ക് മാംഗോസ് അല്ലേ. നമുക്ക് റൈറ്റ് ചെയ്താണ് number of boxes used for packing like mangoes അല്ലേ. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കാം? എന്താ ചെയ്യേണ്ടത്? എത്ര ബോക്സസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഉള്ളതിൽ നിന്നും ടോട്ടൽ എത്ര മാംഗോസ് ആണോ അതിൽ നിന്നും ഒരു ബോക്സിൽ എത്ര മാംഗോ ആണോ പാക്ക് ചെയ്ത് അത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര ബോക്സസ് യൂസ് ചെയ്തെന്ന് അറിയാനായിട്ട് പറ്റും. അപ്പോൾ എന്ത് ചെയ്യാം? ലാക്കിൽ നിന്നും എന്ത് ചെയ്യാം? 126 എന്ത് ചെയ്യാം? ഡിവിഷൻ ചെയ്യുക അല്ലേ. ഓക്കേ, ചെയ്യാമോ? ഓക്കേ, അപ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കേ, അപ്പോൾ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഓക്കേ, അപ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കേ, അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാം. നോക്കിക്കേ, 126 ഡിവൈഡ് ചെയ്ത് അപ്പോൾ നമുക്ക് 126 ഇതിൽ നമുക്ക് നോക്കാം. ഓക്കേ, ഫസ്റ്റ് നമുക്ക് 1 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 10 ആയിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. 100 എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇനി എന്തിനാണ് 1000 അല്ലേ. 1000 പ്ലേസ് വരെയുള്ള നമ്പർ നോക്കാം. അപ്പോൾ 1000 പ്ലേസിൽ 126 126ന്റെ ടേബിളിൽ 1000 വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 126നെ നമുക്ക് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എത്ര കിട്ടും നോക്കാം. 6 7s 42 7 2s 40 40ന്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 80. അപ്പോൾ 80 കൂടെ ആഡ് ചെയ്യാം. 1 നെക്സ്റ്റ് പ്ലേസ് 7 * 1 7 7ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 8. അപ്പോൾ എത്ര കിട്ടി? 882. അപ്പോൾ ഇനി 126നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ്? 1000നെക്കാളും വലിയ നമ്പർ ആണ് കിട്ടുക. ഓക്കേ, അതുകൊണ്ട് നമുക്ക് 7 കൊണ്ട് ചെയ്യാം. അപ്പോൾ 126നെ 7 കൊണ്ട് ചെയ്യുമ്പോൾ എത്രയാണ്? 882 കിട്ടി. അപ്പോൾ 1000ൽ നിന്ന് 882 സബ്ട്രാക്ട് ചെയ്തേ. 10ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 അല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്ലേസിൽ എടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ എത്രയായി? 10 ആയി. 10ൽ നിന്ന് 2 പോകുമ്പോൾ എത്രയാണ്? 8. ഇവിടെ എത്രയാണ് റിമൈനിങ്? 9. 9ൽ നിന്ന് 8 പോകുമ്പോൾ എത്രയാണ്? 9ൽ നിന്ന് 8 പോകുമ്പോൾ എത്രയാണ്? 1. എത്രയാണ്? 1. വീണ്ടും ഇവിടെ എത്രയാണ്? 9. 9ൽ നിന്ന് 8 പോകുമ്പോൾ എത്രയാണ്? 1. അപ്പോൾ എത്ര കിട്ടി? 118 കിട്ടി. ഓക്കേ, പിന്നെ ഇവിടെ 0 അല്ലേ. അപ്പോൾ അവിടെ എന്തായാലും ഉണ്ടോ? ഇല്ല. അപ്പോൾ എത്ര കിട്ടി? 118 കിട്ടി. ഓക്കേ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് പ്ലേസിൽ 0 നമുക്ക് ഇങ്ങോട്ടേക്ക് താത്താം. ഓക്കേ, ഇനി നമുക്ക് നോക്കാം. 126 എത്രയാണ്? 1080. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? 126നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എത്ര കൊണ്ടാണ്? 9 കൊണ്ട്. നോക്കിക്കേ, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1000
180 കിട്ടി. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? 126 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് 126നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ എത്ര കിട്ടും നോക്കാം? 6 9s are എത്രയാണ്? 54. 5 ഇവിടെ കൊടുത്തു. 9 2s are 18. 18 കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 18 കഴിഞ്ഞ് 5 ആഡ് ചെയ്യുമ്പോൾ 19 20 21 22 23. 23 3 കൂടെ ആഡ് ചെയ്തു. 2 നെക്സ്റ്റ് പ്ലേസിൽ കൊടുത്തു. 1 9s are 9. 9 ന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 11. ഓക്കേ, അപ്പോൾ എത്ര കിട്ടി? 1134 കിട്ടി. ഓക്കേ, അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. ഓക്കേ, 9 126 എത്രയാണ്? 1134. ഓക്കേ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം. 0 ൽ 4 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് പ്ലേസിൽ നിന്ന് ബോറോ ചെയ്തു. അപ്പോൾ ഇവിടെ എത്രയായി? 10 ആയി. 10 ൽ നിന്ന് 4 പോകുമ്പോൾ എത്രയാണ്? 6. ഇവിടെ റിമൈനിങ് 7 ഉള്ളൂ. 7 ൽ 3 പോകുമ്പോൾ എത്രയാണ്? 4. 1 ൽ നിന്ന് 1 പോകുമ്പോൾ 0. ഇവിടെ 1 ൽ നിന്ന് 1 പോകുമ്പോൾ 0. അപ്പോൾ നമ്മൾ റൈറ്റ് ചെയ്യണം. വേണ്ട. ഇനി നമുക്ക് ഒരു 0 കൂടെ ഉണ്ട് അല്ലേ? ആ 0 നമുക്ക് ഇവിടെ താഴ്ത്താം. 3t 460. ഓക്കേ, ഇനി 126 ൽ 460 കാട്ടിലും ചെറിയ നമ്പറോ 460 ഉണ്ടോ നോക്കട്ടെ. നോക്കാം. 126 നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 126 × 3. 6 × 3 എത്രയാണ്? 80. 80 ഇവിടെ റൈറ്റ് ചെയ്തു. 1 നെക്സ്റ്റ് പ്ലേസിലേക്ക് കൊടുത്തു. 3 2s are 6. 6 ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 7. ഓക്കേ, 3 യുടെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 3 × 1 3. 3 കിട്ടി. 378. ഇനി 126 നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 460 കാട്ടും വലിയ നമ്പർ ആണ്. അപ്പോൾ നമുക്ക് 126 നെ 3 കൊണ്ട് ചെയ്യാം. അപ്പോൾ 3 126 എന്ന് പറയുന്നത് 378 ആണ്. ഓക്കേ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 0 ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നെക്സ്റ്റ് പ്ലേസിൽ നിന്ന് ബോറോ ചെയ്യുക. അപ്പോൾ എത്രയായി? 10 ആയി. 10 ൽ നിന്ന് 8 പോകുമ്പോൾ എത്രയാണ്? 2. ഇവിടെ റിമൈനിങ് 5 ഉള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബോറോ ചെയ്യാം. അവിടെ എത്രയായി? 15 ആയി. 15 ൽ നിന്ന് 7 സബ്ട്രാക്ട് ചെയ്തേ. എത്ര കിട്ടി? 8 അല്ലേ? 28. ബാക്കി ഇവിടെ 3 ഉള്ളൂ അല്ലേ? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. അപ്പോൾ 82 എന്ന് കിട്ടി അല്ലേ? ഇവിടെ നോക്കിക്കേ, 126 നമുക്ക് ഇനി 82 നെ റിഡക്ഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? 126 നേക്കാൾ സ്മോളർ നമ്പർ ആണ് അല്ലേ? അപ്പോൾ നോക്കിക്കേ, എത്ര കിട്ടിയ ആൻസർ? 793. അപ്പോൾ നമുക്ക് എത്ര ബോക്സസിലാണ് ഈ ലാക്ക് മാംഗോസ് പാക്ക് ചെയ്തിരിക്കുന്നത്? 793 ബോക്സസിലാണ്. പിന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? എത്ര മാംഗോസ് ആണ് ലെഫ്റ്റ് ആയത്? ആൻസർ ഏതാണെന്ന് അറിയാമോ? നമുക്ക് കിട്ടിയ റിമൈൻഡർ ആണ്. ബ്രെഡ് ചെയ്ത മാംഗോസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 82. മനസ്സിലായല്ലോ? അൺപാക്ക് ചെയ്ത മാംഗോസിന്റെ എണ്ണം എത്രയാണ്? 82. നമുക്ക് കിട്ടിയ റിമൈൻഡർ ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ടോട്ടൽ മാംഗോസ് തന്നു. ഒരു ബോക്സിൽ എത്ര മാംഗോസ് ഉണ്ടെന്ന് തന്നു. അങ്ങനെയാണെങ്കിൽ ഒരു എത്ര ബോക്സസ് ആണ് ആ സെല്ലർ എടുത്തത്, യൂസ് ചെയ്തത്. പിന്നെന്താ പറഞ്ഞത്? ബോക്സ് ചെയ്യാൻ പറ്റാത്ത മാംഗോസിന്റെ എണ്ണവും ചോദിച്ചു. അപ്പൊ നമുക്ക് ഡിവിഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എത്ര ബോക്സസ് ഉണ്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചു. ചെയ്യാൻ പറ്റാത്ത മാംഗോസിന്റെ എണ്ണം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു. മനസ്സിലായല്ലോ? നോട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റീഡ് ചെയ്തേ. I want to give an amount of 1305 equally among 9 friends. How much does each one get? എന്താ പറഞ്ഞിരിക്കുന്നത്? I want to give one amount of 1305 equally among 9 friends. അല്ലേ? എന്റെ കാര്യത്തിലുള്ള 1305 rupees എന്റെ 9 ഫ്രണ്ട്സിനായിട്ട് നൽകുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഫ്രണ്ടിന് കിട്ടുന്ന എത്ര രൂപയാണ് ഒരു ഫ്രണ്ടിന് കിട്ടുന്നത്? എന്റെ കയ്യിലെ 1305 rupees ആർക്ക് കൊടുക്കുന്നു? 9 ഫ്രണ്ട്സിന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഫ്രണ്ടിന് കിട്ടുന്ന റുപ്പി എത്രയാണ് എന്നാണ് ചോദിച്ചത്. നമുക്ക് നമ്പർ ഓഫ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എത്രയാണ്? 9 അല്ലേ? നമ്പർ ഓഫ് ഫ്രണ്ട്സ് ഈസ് ഈക്വൽ ടു 9 അല്ലേ? അപ്പോൾ എത്ര ഫ്രണ്ട്സ് ഉണ്ട്? 9 ഫ്രണ്ട്സ് ഉണ്ട്. എത്ര എമൗണ്ട് ആണ് ഷെയർ ചെയ്യാനായിട്ട് ഉള്ളത്? അപ്പൊ എന്തെഴുതാം? ടോട്ടൽ എമൗണ്ട് അല്ലേ? ടോട്ടൽ എമൗണ്ട് അല്ലേ? ടോട്ടൽ എമൗണ്ട് എത്രയാണ് തമ്മി? 1305 അല്ലേ? ഇത്രയും റുപ്പീസ് ആണ് 9 ഫ്രണ്ട്സിന് വീതം എന്ത് ചെയ്തു? ഷെയർ ചെയ്തു. അങ്ങനെയാണ് ഒരു ഫ്രണ്ടിന് കിട്ടുന്നത് എത്രയാണെന്നല്ലേ? അപ്പൊ നമുക്ക് എന്തെഴുതാം? ഷെയർ ഓഫ് ഈച്ച്. ഇതാണ് ഷെയർ ഓഫ്
അല്ലേ? ഒരാൾക്ക് കിട്ടുന്നത് എത്രയാണ്? അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 1305 നിന്നും 9 എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യാം. അല്ലേ? ചെയ്യാം നമുക്ക്. അപ്പൊ നമുക്ക് ഡിവിഷൻ ചെയ്യാം. നോക്കിക്കേ, 1305 divided by 9. ഓക്കേ, 9 ടേബിൾ 13 ഉണ്ടോ? ചെക്ക് ചെയ്തേ. ഇല്ല. അല്ലേ? അപ്പോൾ 13 ലേക്കാൾ ചെറിയ നമ്പർ ഉണ്ട് അല്ലേ? എത്രയാണ്? 9. എത്ര ടൈംസ് ആണ്? 1 ടൈം. 1 9s are 9. 13 ന്ന് 9 സബ്ട്രാക്ട് ചെയ്തേ. എത്രയാണ്? 4. അല്ലേ? 4 0 ന് നമുക്ക് താഴെയാക്കാം. ഓക്കേ, ഇനി 9 ടേബിൾ 40 ഉണ്ടോ? ഇല്ല. അല്ലേ? പിന്നെ എന്തെങ്കിലും ചെറിയ നമ്പർ എത്രയാണ്? 36 ആണുള്ളത് അല്ലേ? അപ്പോൾ ഇതാ 4 9s are 36. 40 ൽ നിന്ന് 36 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയാണ്? 4 അല്ലേ? 4 ആയിട്ട് 5 താഴേക്ക്. ഓക്കേ, 9 ടേബിൾ 45 ഉണ്ടല്ലോ. എത്ര ടൈംസ് ആണ്? 5 അല്ലേ? എത്ര ടൈംസ് ആണ്? 5. 5 9s are 45. 45 ൽ 45 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയാണ്? 0 അല്ലേ? എത്രയാണ്? 0. ആൻസർ എത്ര കിട്ടി? 145. ഒരു ഫ്രണ്ടിന് എത്ര രൂപ കിട്ടും? 145 rupees കിട്ടും. ഓക്കേ, മനസ്സിലായല്ലോ? അപ്പോൾ ഈ മോഡലിൽ ക്വസ്റ്റ്യൻ തന്നാ റൈറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എഴുതി. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും കിട്ടിയ ആൻസർ 145 കിട്ടിയോ? ഓക്കേ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എക്സസൈസ് ഉണ്ട്. എക്സസൈസ് 1.10 അപ്പോൾ അത് എല്ലാവരും ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസും ഇല്ല, ടീച്ചർ പറയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തിരുന്നാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 1 2 3 5 6 7 ഇതൊക്കെയാണ് ടിക്ക് ചെയ്ത എല്ലാവരും. ക്വസ്റ്റ്യൻ നമ്പർ 1 2 3 5 6 7 ടിക്ക് ചെയ്ത എല്ലാവരും. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവരും ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. സ്റ്റെപ്പ് എഴുതി വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അറിയാലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പഠിച്ചത്? ഡിവിഷൻ ആണ് പഠിച്ചത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡിവിഷൻ പ്രോപ്പർട്ടീസ് എല്ലാവർക്കും അറിയാലോ? ഓക്കെ, ഡിവിഷൻ ചെയ്യാനായിട്ട് അറിയാലോ? ഓക്കെ, വേർഡ് പ്രോബ്ലം ചെയ്യാൻ അറിയാലോ? സ്റ്റെപ്പ് എഴുതി. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ടീച്ചർ പറഞ്ഞ ഹോംവർക്കുകൾ ചെയ്യുക. എക്സസൈസ് 1.9 എക്സസൈസ് 1.10 എന്ത് ചെയ്യുക? ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ചെയ്തതിനു ശേഷം ടീച്ചറിന് അയച്ചു. ഓക്കെ, ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇംഗ്ലീഷും മാത്സും. അപ്പോൾ ടീച്ചർ ഇംഗ്ലീഷിനും മാത്സിനും തന്ന ഹോംവർക്കുകൾ എല്ലാവരും ചെയ്യുക. ഇംഗ്ലീഷിന്റെ കോപ്പി ബുക്ക് എല്ലാവരും എന്ത് ചെയ്യുക? വെനസ്ഡേയിൽ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ശരി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മാത്സിലെ ഹോംവർക്ക് എല്ലാവരും ചെയ്ത് തന്നെ ചെയ്ത് പഠിക്കുക. ഓക്കെ ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്ത് ടീച്ചറിന് അയച്ചു. ഓക്കെ, അപ്പോൾ താങ്ക് യു.